അപ്പോഴേ സാർ അവർ തന്നെ എല്ലാം ഇപ്പോൾ കെട്ടിയടക്കത്തിന് ഈ അളവിനുള്ള കല്ല് ഈ കല്ല് മുകളിൽ വയ്ക്കണം. സ്ലാബ് അത് തന്നെ വയ്ക്കുക. അത് അവിടെ കൊണ്ട് 1.5 മീറ്റർ എന്ന് പറഞ്ഞു, പക്ഷെ ഇതില്ല 1 മീറ്റർ ഉള്ളൂ. ആ സൈസിൽ ചെയ്താലുള്ളത് ഇതിൻ്റെ വെയിറ്റ് സൈസൊക്കെ പുള്ളി ഫ്ലോർ ലെവലിൽ നിന്ന് 3 അടി പൊങ്ങിയിരിക്കുന്ന രീതിയിൽ മനസ്സില്ല. അപ്പോൾ ഒന്ന് നിരത്തണം, ഫ്ലോർ ലെവലിൽ നിരത്തിയിട്ട് എല്ലാവരും 3 അടി അവിടുത്തെ വട്ടം പിടിക്കണം. അവിടെ വട്ടം പിടിച്ചിട്ട് ഇതിനകത്ത് അതെ 2 ഇഞ്ച് താത്തിട്ട് ബാക്കി മുകളിലോട്ട് 1.5 മീറ്റർ എല്ലാം കൊണ്ട് അറിയാമോ? 1.5 മീറ്റർ റൗണ്ടിൽ 1.5 മീറ്റർ പോയി നമ്മൾ ഈ ഫ്ലോർ ലെവലിൽ ചെയ്ത് വെച്ചാൽ അത്രയും കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് എല്ലാം പിന്നീട് ഫ്രണ്ട് ഓപ്പൺ ഒന്നും വേണ്ടല്ലോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതെല്ലാം വയ്ക്കണം. അപ്പം അതിൻ്റെ മുകളിൽ വിളവൊക്കെ എത്തിച്ച് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അല്ല, ചെമ്പിൻ്റെ ഒരു അടപ്പ് വേണമെന്ന് പറഞ്ഞു. MRT പോയി കിട്ടും. എന്താ MRT പോയി കിട്ടും. എന്തോന്ന് എങ്ങനെ കിട്ടും? റെഡിമേഡ്. നമ്മളെ വലിയ ചെമ്പുപാത്രത്തിന്റെ ഒരടപ്പ് അത് കിട്ടും. അത് ബ്രാസിന് കിട്ടും. കിട്ടും. ഒന്ന് വാങ്ങിപ്പിക്കും. എന്താ സൈസ് കിട്ടും? നമ്മൾ പറയുന്ന സൈസ് നോക്കി എന്തോന്ന് അപ്പോൾ അവിടെ ഈ മതിൽ കെട്ടുകളെല്ലാം ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റ് മതിൽ കെട്ടിയതിന് ശേഷം അച്ചിവിടെ ഇരുന്നാണ് ധ്യാനം ചെയ്യുന്നത്. അത് വേണം. അതിൽ വെച്ചിട്ട് വിളക്ക് കത്തിച്ച് കാര്യങ്ങൾ ചെയ്ത് എൻ്റെ മുകളിൽ അറിയാമല്ലോ. ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവിടെ സംഭാഷണം ചെയ്യാനല്ല പെരിങ്കടമുള്ള അപ്പോൾ ഞാൻ എല്ലാത്തിനും അവർക്ക് വേണ്ടിയിട്ട് 1000 പേരൊന്നും സംസാരിക്കണ്ട, 2 പേരായാലും അവർക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിച്ചു പോയി. കൂടുതലും ഞാൻ 2-3 പേരെ ഞാൻ അതിൽ കാണുന്നുള്ളൂ. അത്രയും പ്രാർത്ഥന രാത്രിയിലുണ്ടായിരുന്നു. ഈ മക്കൾക്ക് സത്യസന്ധമായ ഈ പീഠത്തിന് ആരെങ്കിലും മഹാദേവൻ ആരെങ്കിലും അയക്കണം. കാരണം മഹാദേവ എന്ന് വിളിക്കുമ്പോൾ അത്രയും ബന്ധുക്കളുടെ മരണവീടുകളിലൊന്നും ഇത്രയും കാലം ഞാൻ പോയിട്ടില്ല, പോകാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈ സമാധിയെ ഇത്രത്തോളം ഗമിക്കാണ്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം. ആരുണ്ടോ ഇല്ലയോ, ഭഗവാൻ എന്നെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവിടെ വരാനുള്ള അനുവാദം കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ ആ കണ്ണീരൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഈ ലോകത്ത് ഇപ്പോൾ ആൾ പ്രശസ്തിയായി.